നമസ്കാരം. ചുരുങ്ങിയ ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചരിത്രപ്രസിദ്ധവും കൊട്ടിയൂർ പെരുമാളിൻ്റെ ഉപക്ഷേത്രവുമായ മരുതോങ്കര ശ്രീ ശിവക്ഷേത്രാങ്കണത്തിലാണ്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. ഭക്തജനങ്ങളെ, നമ്മുടെ ചിരപുരാതനമായ ശ്രീ മരുതോങ്കര ശിവക്ഷേത്രം ശ്രീ കൊട്ടിയൂർ ദേവസ്ഥൻ്റെ ഉപക്ഷേത്രമാണ്. ഇവിടെ ശിവപാർവതി അതുപോലെ ശ്രീപോർക്കലി ഭഗവതി പഴശ്ശിരാജാവിൻ്റെ കുല പരദേവതയായ ശ്രീപോർക്കലി ഭഗവതിയും കൂടി ഉൾക്കൊള്ളുന്നതാണ്. ശ്രീകോവിൽ 3 ദേവന്മാരുടെ സാന്നിധ്യത്തിലാണ് ഇവിടെ പൂജകൾ, നിത്യപൂജ, രാവിലെ ഉച്ചപൂജ, വൈകിട്ട് അത്താഴപൂജ, ഈ 3 പൂജകളും ഇവിടെ നടക്കുന്നുണ്ട്. കോട്ടയം രാജവംശത്തിൻ്റെ അധീനതയിലാണ് ഇവിടെ ഈ കുറ്റ്യാടി പഴശ്ശിക്കോട്ട അതുപോലെ അതൊക്കെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ പഴശ്ശിരാജാവിൻ്റെ കുലപരദേവതയാണ് ഇവിടെയുള്ള ഉള്ളിലുള്ള ശ്രീപോർക്കലി ഭഗവതീൻ്റെ ഒരു ഭഗവതായിട്ടാണ് വരുന്നത്. ശ്രീപോർക്കലി ഭഗവതി ആണ് ഇവിടെ ഉള്ളിലുള്ളത്. ശ്രീ ഭദ്രകാളിയായിട്ടാണ് പൂജ. അത് പഴശ്ശിരാജാവിൻ്റെ അധീനതയിലുള്ള ഒരു സ്ഥലമായിട്ടാണ് അറിയപ്പെടുന്നത്. വയനാടിൻ്റെ ഇവിടെ കുറ്റ്യാടി പഴശ്ശിക്കോട്ട എല്ലാം സ്ഥിതി ചെയ്യുന്നതാണ്. അപ്പോൾ അതിപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നമ്മുടെ നമുക്ക് ഭക്തജനങ്ങൾക്ക് ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇപ്പോൾ ജനുവരി 1-ാം തീയതി നടക്കുന്നത്. നമ്മുടെ ഒരു മുജ്ജന്മ സുഹൃതം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ജീവിതത്തിൽ കിട്ടുന്ന ഒരു അതിപ്രധാനമായിട്ടുള്ള ഒരു നിമിഷങ്ങളാണ് നമുക്ക് വരാൻ പോകുന്നത്. ലക്ഷദീപം ഭഗവാന് സമർപ്പിക്കുന്നത്. അതിലെല്ലാ ഭക്തജനങ്ങളും അകമഴിഞ്ഞ് പങ്കെടുക്കുക. നല്ല രീതിയിൽ നമുക്ക് നടത്തേണ്ടതുണ്ട്. നമുക്ക് ഇത് ഈ ശ്രീ കൊട്ടിയൂർ ദേവസ്ഥൻ്റെ കീഴിലാണ് എല്ലാ ജനങ്ങളും പങ്കെടുത്തുകൊണ്ട് അത് വൻ വിജയമാക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഈ ശിവപാർവതിയും ശ്രീപോർക്കലിയും അതുപോലെ കൊട്ടിയൂരിൻ്റെ അതേ പ്രാധാന്യത്തോടു കൂടിയിട്ട് ഇവിടെ മുഴുവൻ പ്രദർശനം ചെയ്യാം. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇവിടെ. സാധാരണ ശിവക്ഷേത്രങ്ങൾ മാത്രം അപ്രദർശനമായിട്ടാണ് പോവുക. പക്ഷേ ഇവിടെ നമുക്ക് പ്രദർശനം ചെയ്യാം. ശ്രീപോർക്കലിയും ശ്രീപാർവതിയൊക്കെ ഉള്ള ആയതുകൊണ്ട് നല്ല പ്രദർശനത്തോടു കൂടിയിട്ട് നമുക്ക് ഭഗവാനെ ധ്യാനിക്കാം. അതുപോലെ ഈ ലക്ഷദ്വീപത്തിന് ഏറ്റവും പ്രധാനം നമുക്ക് നമ്മുടെ ജന്മത്തിൽ കിട്ടുന്ന ഏറ്റവും സുഹൃതമായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് നമ്മുടെ ദേശത്ത് ഇങ്ങനെ ഒരു സംഭവം നടത്താൻ പറ്റുകയുള്ളൂ. അത് അതിപ്രധാനമാണ്. എല്ലാ ഭക്തജനങ്ങളും അകമഴിഞ്ഞ് സഹകരിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് ഈശ്വരൻ നമ്പൂതിരിയാണ്. ഞാൻ ഇവിടുത്തെ മേശാന്തിയാണ്. പുണ്യപുരാതനമായ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രമായ മരുതോങ്കരയിൽ 2025 ജനുവരി 1-ാം തീയതി ലക്ഷദ്വീപ സമർപ്പണം നടക്കുകയാണ്. ഈ നാട് ഒന്നാകെ അതിൻ്റെ ഒരു ആഘോഷ, എത്രത്തോളം അത് ഭംഗിയാക്കാൻ പറ്റുമോ അതിൻ്റെ ഒരു ആഘോഷ തീർപ്പിലാണ് നമ്മുടെ ഈ ക്ഷേത്രവും അതുപോലെ തന്നെ മറ്റ് ആളുകളൊക്കെ തന്നെ. മാസങ്ങളായിട്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മറ്റേ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിവിധ പ്രശസ്തമായ വിവിധ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഈ ലക്ഷദ്വീപത്തിന് നേതൃത്വം വഹിച്ചിട്ടുള്ള കാസർഗോഡുള്ള ആളുകളാണ് നമ്മളെ ഈ മരുതോങ്കര ശിവക്ഷേത്രത്തിലും ഈ ലക്ഷദ്വീപ സമർപ്പണത്തിന് എത്തിച്ചേരുന്നത്. എല്ലാവിധ സജ്ജീകരണങ്ങളും ഞങ്ങളിവിടെ അതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2000-ഓളം ആളുകൾ നമ്മൾ ഈ ലക്ഷദ്വീപ സമർപ്പണത്തിൻ്റെ അത് ദീപം തെളിയിക്കാൻ തന്നെ ആവശ്യമായിട്ടുണ്ട്. ഒരു 50 ദീപം വെച്ചിട്ട് നമ്മൾ തെളിയിക്കുന്നതാണ് തന്നെ ഏകദേശം 1 ലക്ഷം വരുമ്പോഴത്തേന് 2000-ഓളം ആളുകൾ അതിൻ്റെ ദീപം തെളിയിക്കാനായിട്ട് വരും. 10,000-കണക്കിന് ആളുകൾ അന്ന് ഇവിടെ ഈ ഭഗവാന്റെ മുന്നിൽ സന്നിഹിതരാകുമെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. അപ്പോൾ ഈ നാട് ഒന്നിച്ച് ഇത്ര വലിയൊരു ഇതിന് സാക്ഷ്യം വഹിക്കുകയാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു ലക്ഷദ്വീപ സമർപ്പണം നടക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്ര കമ്മിറ്റികളും എല്ലാം അതിന് എല്ലാവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ട് നമ്മൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുഴുവൻ ആളുകളുടെയും ഒരു സപ്പോർട്ട് ഇതിന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെച്ചാൽ എണ്ണയായിട്ടും അതുപോലെ തന്നെ ഇന്നലെ തന്നെ ചെന്നൈ സ്വദേശിയായ ഒരു ഭക്തൻ നമുക്ക് ചെന്നൈയിൽ നിന്ന് ഇവിടെ 1 ലക്ഷം തിരികൾ
വിളക്ക് കത്തിക്കാനുള്ള തിരികൾ നമുക്കിവിടെ തന്നു. അതുപോലെ തന്നെ പല ആളുകളും പിന്നെ എണ്ണയും അതുപോലെ തന്നെ തിരികളും പിന്നെ എല്ലാ ഇത് കത്തിക്കാനുള്ള വിളക്ക് തിരി കത്തിക്കാനുള്ള കോറ ആയിട്ടുള്ള തുണികൾ എല്ലാം ഓരോരുത്തർ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ നമുക്കിവിടെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു നാടിൻ്റെ ഉത്സവമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് മറ്റ് അടുത്തുള്ള ക്ഷേത്രങ്ങളായിട്ടുള്ള ക്ഷേത്ര കമ്മിറ്റികൾ എല്ലാ കമ്മിറ്റികളുടെ ആളുകളും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ നമുക്ക് ഇതിനകത്ത് വന്നിട്ട് ശബരിമല മേൽശാന്തി മുതൽ നമ്മുടെ ഇവിടെയുള്ള പ്രഗത്ഭരായ കലാകാരന്മാർ എല്ലാ ആളുകളും നമ്മുടെ വാട്സപ്പിലൂടെയും ഒക്കെ നമുക്ക് ഇതിൻ്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഇതൊരു വലിയ നമ്മുടെ നാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റണം. പിന്നെ ഇനിയും ആളുകൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പിന്നെ എണ്ണയായിട്ടും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിലും നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പിന്നെ ജീവനക്കാരൻ്റെ നമ്പർ ഉണ്ടാവും. അദ്ദേഹമായിട്ട് നിങ്ങൾക്ക് ഈ ലോകത്തിലുള്ള ഏത് സ്ഥലങ്ങളിലുള്ള നമ്മുടെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹമായിട്ട് ബന്ധപ്പെടാം.